നല്ല ടേസ്റ്റി ലഡുവാണ്. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓളിനെല്ലാം കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബേസൻ ലഡുവാണ്, അതായത് കടലപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ലഡു. ഇതിനു മുൻപ് ഞാൻ പൊട്ടുകടലയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുക്ക് ചെയ്യേണ്ടാത്തതായിരുന്നു, വളരെ ഈസി ഉള്ളതായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തേക്കണത്, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് നെയ്യ്, 1 ഏലക്ക, 1 ഗ്രാമ്പു. അത് നമ്മൾ പഞ്ചസാര അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് അടിച്ചെടുക്കാം. ഞാൻ ഈ കടലമാവ് അളന്നേക്കണത് കുത്തി നിറക്കാതെയാണ്, അതായത് കേക്കിനൊക്കെ നമ്മൾ നിറയ്ക്കില്ലേ അതുപോലെയാണ് നിറച്ചേക്കണത്. കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പഞ്ചസാരയുടെ അളവിലും നെയ്യിൻ്റെ അളവിലും വ്യത്യാസം വരും. ഇനി നമുക്ക് ഈ പഞ്ചസാരയും ഏലക്കായൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് കറുത്ത മുന്തിരി അതൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതൊന്ന് നേരത്തെ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ ഒട്ടും മോയ്സ്ചർ ഉണ്ടാവില്ല അതിൽ. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചേക്കണ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കടലമാവിൽ ഈ നെയ്യ് മുഴുവൻ പിടിക്കണം, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ടും കൂടി മിക്സായി വന്നപ്പോൾ കുറച്ച് കട്ടകൾ പോലെ വരുന്നുണ്ട്. അത് നമ്മളൊന്ന് കയ്യിലുകൊണ്ട് തന്നെ കുത്തി പൊടിച്ചു കൊടുക്കണം. കണ്ടേ, ഇപ്പോൾ അടുത്ത സ്റ്റേജ് ആയിട്ടുണ്ട്. അതായത് ഈ ലഡു സാധാരണ നമ്മൾ മേടിക്കുന്ന ലഡുവിൻ്റെ ബൂന്തി ഉണ്ടാവില്ലേ, ഉരുണ്ട് തന്നെ, അതുപോലെ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റേജ് ഒന്നുകൂടി കട്ടയായിട്ടുണ്ട്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. നമ്മളിതൊക്കെ ഇതുവരെയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ഇത് ആയി വരണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്മെല്ല് ശ്രദ്ധിക്കണം. പിന്നെ ഇത് കൂടുതൽ കട്ടയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് കയ്യിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മോയ്സ്ചർ പോലെ കാണും, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ പോലത്തെ ഒരു ഇത്. പക്ഷേ ചൂടുള്ളതിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. കാരണം ഈ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്, പിന്നെ ചൂടാറാനും താമസം വരും. കണ്ടായത് ഇത്തിരി എണ്ണ തെളിഞ്ഞ പോലെയൊക്കെ ഉണ്ട്, ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് പഞ്ചസാരയുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ പൊടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നു. ഗ്രാമ്പൂൻ്റെ ഏലക്കാൻ്റെയും നല്ലൊരു സ്മെല്ലായിരുന്നു. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങണ ലഡുവിനൊരു ഗ്രാമ്പൂൻ്റെ സ്മെല്ലുണ്ടാവില്ലേ, അതുപോലെ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് കയ്യിലുകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തുള്ളൂ, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കുകയാണ്. ഒരു ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം നമുക്ക്. എന്നിട്ട് കഴുകി വെള്ളമൊക്കെ പോയ ആ ഒരു ഉണക്കമുന്തിരിയും കൂടി നമ്മൾ വെച്ച് കൊടുക്കണ്ട ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട്. ഇപ്പോൾ എല്ലാ ലഡുവുമായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ്, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ ശ്രീകൃഷ്ണ സ്വീറ്റ്സിൽ നിന്ന് വാങ്ങണ ആ ലഡുവിൻ്റെ ടേസ്റ്റാണ് അതിന്. അവരും നെയ്യ് ഉപയോഗിച്ചാണല്ലോ ചെയ്യണത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.